CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം ബുക്ക് ഡിപ്പോയിലും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും നടത്തിയ സന്ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിയാമ്പതി മേഖലയിലെ പ്രശസ്തനായ കാട്ടാന ചില്ലിക്കൊമ്പൻ ചരിഞ്ഞു. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് താഴെ ആളിയാർ ഡാമിൽ നിന്നും പോകുന്ന കനാലിൽ വീണാണ് ചില്ലിക്കൊമ്പൻ ചരിഞ്ഞത്. മുൻചക്രമില്ലാത്ത സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി കണ്ണൂർ സ്വദേശിയായ യുവാവ് നടത്തുന്ന യാത്ര നാട്ടുകാരിൽ വലിയ കൗതുകമുണർത്തുന്നു. കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ 25 വയസ്സുകാരൻ സനീതാണ് ഈ വേറിട്ട യാത്രികൻ. വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മണ്ഡലത്തിലെത്തിയ N. ഷംസുദ്ദീന് സ്വീകരണമൊരുക്കി UDF പ്രവർത്തകർ. മണ്ണാർക്കാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. എങ്ങനെ ഞാൻ നന്ദി പറയും എന്ന് വികാരാധീനനായി മന്ത്രി ഷംസുദ്ദീൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം ബുക്ക് ഡിപ്പോയിലും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും നടത്തിയ സന്ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുക്ക് ഡിപ്പോയിലെ നിലവിലെ സൗകര്യങ്ങൾ പരിശോധിച്ച മന്ത്രി പുസ്തക വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. മലപ്പുറം ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസും മന്ത്രി സന്ദർശിച്ചു. ഓഫീസിലെ ഫയൽ നീക്കങ്ങളും ഭരണപരമായ കാര്യങ്ങളും അദ്ദേഹം വിലയിരുത്തി. റീജിയണൽ ഓഫീസിന് ആവശ്യമായ അടിയന്തര കാര്യങ്ങളും ആവശ്യമായ അറ്റകുറ്റപ്പണികളും ചെയ്യാമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പുസ്തക വിതരണത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പുസ്തക അച്ചടി പൂർത്തീകരിക്കാത്ത പ്രശ്നമുണ്ടായിരുന്നു. അച്ചടി പൂർത്തീകരിക്കാൻ വൈകുമ്പോൾ അത് വിതരണത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം പരിശോധിച്ചത് ആ കാര്യമാണ്. ഈ അധ്യയന വർഷം സുഗമമായി തുടങ്ങണമെങ്കിൽ പുസ്തകങ്ങൾ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തണം. അപ്പോൾ അന്ന് അവിടെ നിന്ന് ബന്ധപ്പെട്ടവരെ 2-3 തവണ നമ്മൾ വിളിച്ചു ചേർത്തു. അതിലുണ്ടാക്കിയ ഒരു ധാരണ കൃത്യമായി ഈ 29-നകം എല്ലാ സ്കൂളുകളിലും, ഇത് 2-3 ഘട്ടമായിട്ടാണ് പുസ്തകങ്ങൾ എത്തുക, 29-നകം എല്ലായിടത്തും പുസ്തകം എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചെക്കിംഗ് നടത്തിയാണ്, റാൻഡം ചെക്കിംഗ്. മലപ്പുറത്തെ ഈ ബുക്ക് ഡിപ്പോയിൽ നിന്ന് എങ്ങനെയാണ് പുസ്തകങ്ങൾ അവിടെ എത്രത്തോളം എത്തി, എത്രയത് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയത്. അപ്പോൾ ഇനി വളരെ കുറച്ച് മാത്രമേ എത്താനുള്ളൂ. അപ്പോൾ ഇന്നും രാവിലെ ഒരു ലോഡ് വന്നു അല്ലേ, 1,00,000 പുസ്തകം ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നത് വിവിധ സൊസൈറ്റികളിലേക്കായിട്ടത് പോകുന്നുണ്ട്. സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ അത് DDയുടെ ഒരു വിലയിരുത്തൽ ഈ രീതിയിൽ പോയാൽ 30-ാം തീയതിക്ക് മുമ്പ് ഈ ജില്ലയിൽ ആവശ്യമുള്ള എല്ലാ പുസ്തകങ്ങളും സമയത്തിന് എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ മറ്റ് ജില്ലകളും ഇതേപോലെ നോക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ഒരു കാര്യമായ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരു ചുമതല അത് തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈകളിൽ പുതിയ പുസ്തകം എത്തണം. ഇപ്പോൾ അത് ആ കാര്യത്തിൽ സംതൃപ്തിയാണുള്ളത്. എന്നിരുന്നാലും കൃത്യമായ മോണിറ്ററിങ്ങോടുകൂടി അത് എത്തുമെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇത് പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലം KPBS എറണാകുളത്ത് നിന്ന് 3.5 ലക്ഷം പുസ്തകമാണ് നമ്മുടെ കണക്ക് പ്രകാരം മൂവ് ചെയ്യേണ്ടത്. അത് ഇന്നലെ മൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ പകുതിയൊക്കെ ഉള്ള ദിവസമുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസവും ഇത്ര തന്നെ പോകണം, എന്നാലേ ഈ 30-ാം തീയതിക്കുള്ളിൽ ഇത് പൂർത്തിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല, അത് എല്ലാ അർത്ഥത്തിലും പരിശോധിക്കുന്നുമുണ്ട്. ആവശ്യമുള്ളതിൻ്റെ 80% പ്രിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ. അത് ഞങ്ങൾ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത്, അതൊരിപ്പോൾ 3 ദിവസം മുമ്പാണ്, അന്ന് 80% ആയിട്ടുണ്ട്. ഈ സ്കൂൾ തുറക്കാനുള്ള മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങി. അത് സ്കൂളുകളുടെ ഫിറ്റ്നസ്, അതുപോലെ തന്നെ പ്രവേശനോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, അതിനൊക്കെ കൃത്യമായ ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ബാങ്കിലെ ഒരു അപകടം ഉണ്ടായിരുന്നല്ലോ, അവിടെ ആ സ്കൂൾ അധ്യാപകരെയൊക്കെ വീണ്ടും നിയമിച്ചോ? അവിടുത്തെ സ്ഥിതി എന്താണ്? അധ്യാപക നിയമനം കഴിഞ്ഞു. അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വാർത്തയുണ്ടായിരുന്നല്ലോ.
അതൊരു ദാരുണമായൊരു സംഭവമാണ്, നമ്മളെയൊക്കെ വല്ലാതെ പ്രയാസപ്പെടുത്തിയൊരു സംഗതിയാണ്. അവിടെ ചില പ്രത്യേക നടപടികൾ വേണ്ടി വരും. അവിടുത്തെ MLA ഒക്കെ ആയിട്ട് ശ്രീ മഞ്ചളാംകുഴിയലിയാണ്, അദ്ദേഹമൊക്കെ ആയിട്ട് ആലോചിച്ച് ആ സ്കൂളിലെ ഒരു കുട്ടികളുടെ ഒരു മാനസിക പ്രശ്നം, മറ്റ് അധ്യാപകർക്കുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അവരെ ഒരു മാനസികമായി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങൾ കൂടി വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. CCN മലപ്പുറം. നെല്ലിയാമ്പതി മേഖലയിലെ പ്രശസ്തനായ കാട്ടാന ചില്ലിക്കൊമ്പൻ ചരിഞ്ഞു. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് താഴെ ആളിയാർ ഡാമിൽ നിന്നും പോകുന്ന കനാലിൽ വീണാണ് ചില്ലിക്കൊമ്പൻ ചരിഞ്ഞത്. കനാൽ നീന്തിക്കടക്കുന്നതിനിടെ മുങ്ങിപ്പോകുകയായിരുന്നു എന്നാണ് വിവരം. ആനമല കടുവാ സംരക്ഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടുന്ന പൊള്ളാച്ചിക്കടുത്തുള്ള ആളിയാർ കോണ്ടൂർ കനാലിനടുത്ത് ചില്ലിക്കൊമ്പന്റെ ജഡം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. തമിഴ്നാട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിൽ കാര്യമായ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാതെ ജീവിച്ചിരുന്ന ചില്ലിക്കൊമ്പൻ ഇവിടുത്തുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. CCN പാലക്കാട്. വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മണ്ഡലത്തിലെത്തിയ N ശംസുദ്ദീന് സ്വീകരണമൊരുക്കി UDF പ്രവർത്തകർ. മണ്ണാർക്കാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. എങ്ങനെ ഞാൻ നന്ദി പറയും എന്ന് വികാരാധീനനായി മന്ത്രി ശംസുദ്ദീൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം വകുപ്പിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തന്നെ 4ാമതും നിയമസഭയിൽ എത്തിച്ച ഈ നിയോജക മണ്ഡലത്തിൽ വിവിധ വകുപ്പുകളുടെ കീഴിൽ കൊണ്ടുവരേണ്ട വികസനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ഈ പുതിയ ചുമതല ഏറെ സഹായകരമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 15 വർഷക്കാലമായി ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ജീവിച്ചത്, നമ്മൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിലും ഞാൻ നിങ്ങളോടത് പറഞ്ഞു. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നമ്മൾ ഈ മണ്ണിൽ നടത്തിവന്ന പാരസ്പര്യത്തിന്റെ, സാഹോദര്യത്തിന്റെ, വികസനത്തിന്റെ യാത്ര തുടരാൻ, ആ നന്മ തുടരാൻ നിങ്ങൾ എനിക്ക് അനുവാദം നൽകണമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മണ്ണാർക്കാട്ട് ജനത ആ അനുവാദം എനിക്ക് വാരിക്കോരി നൽകുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ സർവകാല ഭൂരിപക്ഷത്തോടുകൂടിയുള്ള തിളക്കമാർന്ന ഒരു വിജയം, 26,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയുള്ള വിജയം. പ്രിയമുള്ളവരെ, മണ്ണാർക്കാട്ട് ജനതയുടെ മുമ്പിൽ ഞാൻ, അവരുടെ സ്നേഹവായ്പിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നന്ദി രേഖപ്പെടുത്തണമെന്നറിയില്ല. അത്ര വലിയ സ്നേഹവും അത്ര വലിയ ഐക്യദാർഢ്യവുമാണ് ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നോടും ഐക്യജനാധിപത്യ മുന്നണിയോടും കാണിച്ചത്. പിന്നെ ഇന്ന് ഈ സ്വീകരണത്തിന് കാരണമായത്, തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മുടെ നേതാക്കന്മാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നു, 4ാം തവണയാണ് മണ്ണാർക്കാട് നിന്ന് ജനവിധി നേടുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലെ 4 തവണയെന്ന സീനിയോറിറ്റിയും, നിയമസഭയിൽ നിങ്ങൾ നൽകിയ അവസരം കൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം പരിഗണിച്ചായിരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് വേളയിലും അതിനു മുമ്പൊക്കെയായി ഇങ്ങനെ മണ്ണാർക്കാടിനൊരു അവസരം വരും, മണ്ണാർക്കാടിന്റെ ജനപ്രതിനിധി കേരളത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഞാനത് സ്നേഹത്തോടുകൂടി കേട്ടു. പക്ഷേ ഇന്ന് നിങ്ങളുടെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക.
താലൂക്കിന് ഇപ്പോൾ 2 മന്ത്രിമാരുടെ കരുത്തുണ്ടെന്ന് എൻ ഷംസുദ്ദീൻ ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷത്തിന്റെ കുത്തകയായിരുന്ന കോങ്ങാട് മണ്ഡലത്തിൽ തുളസി നേടിയ തിളക്കമാർന്ന വിജയത്തെ അദ്ദേഹം അഭിനന്ദിച്ചു. AKGയുടെയും നായനാരുടെയും ചരിത്രഭൂമിയിൽ പോയി നമ്മുടെ അയൽവാസി സന്ദീപ് വാര്യർ കൈപ്പത്തി ചിഹ്നം സ്ഥാപിച്ച കാര്യവും മന്ത്രി വേദിയിൽ പരാമർശിച്ചു. ഇവിടെ തൊട്ടടുത്തെന്താ സ്ഥിതി? കോങ്ങാടൊക്കെ നിങ്ങൾ കുത്തകയാക്കി വെച്ച മണ്ഡലമല്ല. അവിടെ നമ്മുടെ സഹോദരി തുളസി നേടിയ വിജയം തിളക്കമുള്ള വിജയമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF അവർക്ക് മന്ത്രിസഭയിലേക്ക് ഒരു അവസരം നൽകിയത്. നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. ഇവിടെ മാത്രമല്ല, തൊട്ടടുത്ത മണ്ഡലത്തിലും ഒരു മന്ത്രിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ട് എന്നുള്ളതാണ്. താലൂക്കിന് 2 മന്ത്രി എന്നുള്ളതാണ് അഹമ്മദ് അഷ്റഫ് ഖാന്റെ മുദ്രാവാക്യം. മൂപ്പരതിൽ ഒരുപാട് റെക്കോർഡ് പറഞ്ഞ ആളാണ്. 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം ആദ്യം പറഞ്ഞത് അഹമ്മദ് അഷ്റഫാണ്. പിന്നെ എനിക്ക് കുറച്ച് പോയിട്ടുണ്ടെങ്കിലും ഈ മന്ത്രി എന്നുള്ള പറച്ചില് ആദ്യം മുതലേ പറഞ്ഞിരുന്ന ചില നേതാക്കന്മാരിൽ ഒരാളാണ് അഹമ്മദ് അഷ്റഫ്. അപ്പോ അങ്ങനെ നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ സ്വപ്നം പോലെ, ആഗ്രഹം പോലെ, തേട്ടം പോലെ, നമ്മുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം പോലെ, റഷീദ് പറഞ്ഞ പോലെ ഈ വിജയം എന്റേതോ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരുടേതോ അല്ല. ഉരുളക്കുപ്പേരി എതിരാളികൾ പറയുമ്പോൾ കൊടുത്തവർ നിങ്ങളാണ്. ബോർഡ് കെട്ടിയവർ, പോസ്റ്റർ ഒട്ടിച്ചവർ, മീനച്ചൂടിനെ വകവെക്കാതെ 3ഉം 4ഉം തവണ വീടുകൾ കയറിയിറങ്ങിയവർ, പ്രിയമുള്ളവരെ നിങ്ങളാണ്. അതുകൊണ്ട് ഈ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രയാണമാണ് ഇനി നമുക്ക് നടത്തേണ്ടത്. മണ്ണാർക്കാട് CPM ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണത്തിൽ PK ശശിയുടെ DMF പ്രവർത്തകരാണ് മന്ത്രിക്കായി ഇവിടെ വൻ സ്വീകരണമൊരുക്കിയത്. CCN മണ്ണാർക്കാട്. മുൻചക്രമില്ലാത്ത സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി കണ്ണൂർ സ്വദേശിയായ യുവാവ് നടത്തുന്ന യാത്ര നാട്ടുകാരിൽ വലിയ കൗതുകമുണർത്തുന്നു. കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ 25 വയസ്സുകാരൻ സനീതാണ് ഈ വേറിട്ട യാത്രികൻ. സാധാരണ ഗിയർ സൈക്കിളിന്റെ മുൻചക്രം പൂർണ്ണമായും എടുത്തുമാറ്റിയാണ് സനീദിന്റെ സാഹസിക യാത്ര. കഴിഞ്ഞ മെയ് 15-ന് കണ്ണൂരിൽ വെച്ച് സനീദിന്റെ പിതാവ് CK മുഹമ്മദാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. യാത്ര പാലക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ നാട്ടുകാരും വിദ്യാർത്ഥികളും ചേർന്ന് സനീദിന് സ്വീകരണം നൽകി. യാത്രക്കിടയിൽ രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകളിലോ സ്വയം തയ്യാറാക്കുന്ന ടെന്റുകളിലോ ആണ് സനീദ് വിശ്രമിക്കുന്നത്. ഈ അപൂർവ നേട്ടത്തിലൂടെ ലോക റെക്കോർഡ് സ്ഥാപിക്കുക, ഒപ്പം PSC പരീക്ഷാ ചോദ്യങ്ങളിൽ വരെ ഇടം നേടുക എന്നിവയാണ് ഈ 25-കാരന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സിവിൽ എഞ്ചിനീയറിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ് പഠനം പൂർത്തിയാക്കിയ സനീദ് ഒരു മികച്ച യാത്രികൻ കൂടിയാണ്. മുൻപും ഇതേ രീതിയിൽ മുൻചക്രമില്ലാത്ത സൈക്കിളിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും പിന്നീട് കാശ്മീർ വരെയും സനീദ് വിജയകരമായി യാത്ര നടത്തിയിട്ടുണ്ട്. CCN ചത്തല്ലൂർ. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദിയുടെ 2ാമത് സാഹിത്യ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ശാലിനി മുരളി, മണികണ്ഠൻ കൊളത്തൂർ, കേൻകുട്ടി കടമ്പഴിപ്പുറം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായതെന്ന് വേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യ അവശത അനുഭവിക്കുന്ന, മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട, പാർശ്വവൽകൃതരായ കലാകാരന്മാരുടെ ഒരു സമ്മിളിത രൂപമാണ് മലബാർ സൗഹൃദവേദി എന്ന് പറയുന്ന കലാകാര സംഘടന. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയാണ് മലബാർ സൗഹൃദവേദി. നാളിതുവരെ നമ്മളെ ഒട്ടനവധി പുരസ്കാരങ്ങൾ സമൂഹത്തിലെ മുഖ്യധാരയിൽ നിൽക്കുന്നതും അല്ലാത്തവരുമായ ആളുകൾക്ക് നൽകി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വിളിച്ചിരിക്കുന്നത് മലബാർ സൗഹൃദവേദിയുടെ 2ാമത് സാഹിത്യ പുരസ്കാരമാണ്. 1ാമത് സാഹിത്യ പുരസ്കാരം നമ്മളെ പടയന്നൂർ വെച്ചിട്ടാണ് നടത്തിയത്. സാഹിത്യരംഗത്ത് വള്ളുവനാടൻ തനിമ ചോരാതെ തനതായ എഴുത്തിടം സൃഷ്ടിക്കുന്ന കഥാകാരി ശാലിനി മുരളി, നോവൽ സാഹിത്യ മേഖലയിൽ തികച്ചും പുതുമയാർന്ന ശൈലി അവലംബിച്ച മണികണ്ഠൻ കൊളത്തൂർ, ബാലസാഹിത്യരംഗത്തെ നിസ്തുലമായ സംഭാവനകൾ കണക്കിലെടുത്ത് കേൻകുട്ടി കടമ്പഴിപ്പുറം എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഥയില് ശ്രീമതി ശാലിനി മുരളി എന്ന കഥാകാരിയാണ് സാഹിത്യത്തിലെ കഥാവിഭാഗത്തില് പുരസ്കാരത്തിന് അർഹത നേടി. നിരവധി കഥകളൊക്കെ രചിച്ച് കവിതകളുമൊക്കെ രചിക്കുന്ന ഒരു വളരുന്ന സാഹിത്യകാരിയാണ്. നമ്മുടെ പ്രദേശത്ത് ഉള്ള നാട്ടുകാരിയാണ്. ഒരുപാട് പുസ്തകങ്ങൾ അവരുടേതായിട്ടുണ്ട്. അവരുടെ കഥയ്ക്കാണ് നമ്മുടെ സാഹിത്യ പുരസ്കാരം അർഹത നേടിയിരിക്കുന്നത്. മറ്റൊന്ന് നോവൽ വിഭാഗത്തില് ശ്രീ മണികണ്ഠൻ കൊളത്തൂർ എന്ന യുവ സാഹിത്യകാരന്റെ നോവലിനാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ സാഹിത്യ മേഖലയിലേക്ക് അദ്ദേഹം ചെയ്ത സംഭാവനകൾ അതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട്
അദ്ദേഹത്തിനാണ് നമ്മുടെ മലബാർ സൗഹൃദ വേദിയുടെ രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് നോവൽ വിഭാഗത്തിന് അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാലസാഹിത്യ വിഭാഗത്തില് ശ്രീ കെ എൻ കുട്ടി കടമ്പഴിപ്പുറം, കുട്ടി മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രശസ്തനായ ഒരു ബാലസാഹിത്യകാരനാണ്. നമ്മുടെ ഈ പാലക്കാട് ജില്ലയിലെ മാത്രമല്ല കേരളത്തിലുടനീളം തന്നെ അദ്ദേഹം അറിയപ്പെട്ടു വരികയാണ്. നിരവധി ബാലസാഹിത്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുട്ടി മാഷ് എന്ന ആ സാഹിത്യകാരന് അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു ഗ്രന്ഥശാലയാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് മുഗൾ ഭാഗം ഗ്രന്ഥശാലയായിട്ട് അവിടുത്തെ നാട്ടുകാർക്കൊക്കെ തന്നെ എപ്പോഴും വരുവാനും പോകാനും പുസ്തകങ്ങൾ വായിക്കാനും ധാരാളം പേര് പുസ്തക വായനയിലേക്ക്, എഴുത്തിന്റെ ലോകത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തുന്ന ഒരു സാഹിത്യകാരനാണ് ശ്രീ കുട്ടി മാസ്റ്റർ. അദ്ദേഹത്തെയാണ് ബാലസാഹിത്യ വിഭാഗത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രഗത്ഭരായ വളരുന്ന ഈ യുവ സാഹിത്യകാരന്മാർക്ക് മലബാർ സൗഹൃദ വേദി പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി അവരെ അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുരസ്കാര വിതരണവും അതുപോലെ ആദര സമ്മേളനവും നമ്മുടെ ഈ മാസം 30-ാം തീയതി ശബരി ഹാളിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അതില് നമ്മുടെ പ്രിയപ്പെട്ട MLA പി മമ്മിക്കുട്ടി അവറുകള് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മെയ് 30 രാവിലെ 10:30 ചെറുപ്പുളശ്ശേരിയിൽ നടക്കുന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്യും. പി മമ്മിക്കുട്ടി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സൗഹൃദവേദി ഭാരവാഹികളായ മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരി, ബിജുമോൻ പന്തിരികുലം, ഡോക്ടർ അജിത് മാരായമംഗലം, TP ഹരിദാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെറുപ്പുളശ്ശേരി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആലിപ്പറമ്പ് പുരണ്ടമണ്ണ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല ദേവ പ്രശ്നം സമാപിച്ചു. ജ്യോതിഷ പണ്ഡിതൻ മുല്ലപ്പള്ളി നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദേവപ്രശ്ന ചടങ്ങുകൾ നടന്നത്. കോഴിക്കോട് പ്രേമൻ പണിക്കർ, ആലിപ്പറമ്പ് സുപീഷ് പണിക്കർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. തട്ടകത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങുകളിൽ സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രത്തിൽ 5 വർഷത്തിലധികം നിത്യപൂജ മുടങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട പരിഹാരക്രിയകളും പ്രായശ്ചിത്തങ്ങളും ചെയ്യുവാൻ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. പ്രശസ്ത വാസ്തുവിദ്യാ പ്രഗത്ഭൻ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദേവപ്രശ്ന വിധിയിൽ തീരുമാനമായിട്ടുണ്ട്. അത് ഏറ്റവും വിശേഷപ്പെട്ട ദേവതയാണ് ഇവിടെ. ആ ദേവതയെ പറ്റി കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോൾ സാധാരണ ഉള്ള ദേവാലയങ്ങൾ തന്ത്രി വന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണെങ്കിൽ ഇത് സ്വയം വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടി അതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ആ ഒരു ചൈതന്യ കലയുടെ അനുഗ്രഹം വരിക. ഒരു തരത്തിലും ഇവിടെ ഈ പ്രദേശവാസികൾക്ക് ക്ലേശങ്ങളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അജ്ഞാത രോഗങ്ങളോ അനുഭവിക്കരുത്. മരണപ്പം ജനിച്ചാൽ എല്ലാവരും മരിക്കും. പക്ഷെ ആ കാലത്തിൽ ഈശ്വരൻ നമുക്ക് തന്ന ആയുസ് ശരിക്കും അനുഭവിക്കാൻ ഇടവരണം. അതിനിടയ്ക്ക് അകാലത്തിലോ ദുർമരണമായിട്ടോ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ ദേവൻ്റെ അനുഗ്രഹം തന്നെ വേണം. അതിന് പുനരുദ്ധരിക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് എന്നാണ് മീനരാശിയിൽ കുട്ടി സ്വർണം വെച്ചതുകൊണ്ട് കിട്ടിയത്. ഇനി നമ്മൾക്ക് താമ്പൂലം എന്നുള്ളൊരു വിഷയം ജൂൺ 1-ാം തീയതിക്ക് ശേഷം. അതെ, അപ്പോൾ ജൂൺ 1-ാം തീയതിക്ക് ശേഷം അടുത്ത ദിവസമായില്ലേ? അതാണ് 13 ദിവസം കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം ഇവിടെ വരുന്നു ഉണ്ടാവും. അത് ഗുണകരമായ മാറ്റം. 13 ദിവസം കത്തുന്നാൽ മതി. അത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കൂടെ എന്താവും, സാറാവും കേട്ടോ. കഴിഞ്ഞ 5.5 വർഷത്തോളമായി ആരാധന മുടങ്ങിക്കിടന്ന ഈ ക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 20 മുതൽ നിത്യപൂജ ആരംഭിച്ചിരിക്കുന്നു. നിലവിൽ 5:30 മുതൽ 9 മണിവരെയും വൈകിട്ട് 5:30 മുതൽ 7 മണിവരെയുമാണ് ക്ഷേത്രത്തിലെ ദർശന സമയം. എല്ലാ ഭക്തജനങ്ങളുടെയും സാമ്പത്തികവും ശാരീരികവുമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. CCN ചത്തല്ലൂർ. ഈ വർഷത്തെ തെയ്യോട്ടിച്ചിറ ആണ്ട് നേർച്ച ഭക്തിസാന്ദ്രമായി സമാപിച്ചു. നേർച്ചയോടനുബന്ധിച്ചു നടന്ന വിപുലമായ മഹാ അന്നദാനം നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കുറ്റമറ്റ രീതിയിലാണ് തെയ്യോട്ടിച്ചിറയിലെ ആണ്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയുള്ള ദിക്ർ ദുആ സന്നദ്ധദാനം മഹാസമ്മേളനം നടക്കുകയുണ്ടായി. അവിടെ വന്ന സ്ത്രീകൾ, പരസ്പരം സ്ത്രീകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാവർക്കും ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചു പോകാൻ കഴിഞ്ഞു. അനാവശ്യമായ ഒന്നുമില്ലൂടെയില്ല, അനാചാരങ്ങളില്ല, കൊട്ടി ആഘോഷങ്ങളില്ല. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് തെയ്യോട്ടിച്ചിറയിൽ ഇപ്പോൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.
അനാചാരങ്ങളുടെയും ആർഭാടങ്ങളുടെയും അതിപ്രസരമില്ലാതെ ഏവർക്കും മാതൃകയാക്കാവുന്ന രീതിയിലാണ് ആഘോഷങ്ങൾ നടന്നത്. നേർച്ചയോടനുബന്ധിച്ചു നടന്ന അന്നദാനത്തിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ പങ്കെടുത്തു. 20 ടൺ അരിയും 10 ടൺ മാംസവുമാണ് തയ്യാറാക്കിയത്. ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്നേഹവിരുന്നിൽ പങ്കാളികളായത്. ഭക്ഷണം പാകം ചെയ്യാൻ, അത് ഇറച്ചിയായാലും ചോറായാലും പാകം ചെയ്യാൻ വേണ്ടി അതിനൊക്കെ പ്രത്യേക ടീമുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭക്ഷണം വിതരണം ചെയ്യുക, വരുന്ന ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കണ്ടല്ലോ, 10,000-കണക്കിന് ആളുകൾ ഇവിടെ ഒഴുകിയെത്തുമ്പോഴും ആർക്കും പ്രയാസമില്ല, ആർക്കും വിഷമില്ല, ഒരു ബ്ലോക്ക് ഇല്ല. എല്ലാം ഭംഗിയായി നടക്കുന്നത് ഈ നല്ലൊരു ടീമിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. CCN മണ്ണാർക്കാട്. അനധികൃത മണൽക്കടത്ത് തടയാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ലോറിയിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതിയ കടപ്പുറം മൂത്താട്ട് വീട്ടിൽ റാസിബാണ് പിടിയിലായത്. തിരൂർ സ്റ്റേഷനിലെ SI അനീഷ്, SCPO KR രാജേഷ്, CPO ടോണി വർഗീസ് എന്നിവരടങ്ങുന്ന സംഘത്തിന് നേരെയാണ് പ്രതി ലോറി ഓടിച്ചു കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കൂട്ടായി ഭാരതപ്പുഴയുടെ ഭാഗത്തു നിന്നും അനധികൃതമായി മണൽ കടത്തുന്നത് തടയാൻ യൂണിഫോമിൽ പട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു പോലീസ് സംഘം. അനധികൃതമായി പുഴമണൽ കയറ്റി കൂട്ടായി ഭാഗത്തു നിന്നും വന്ന ലോറിയെ പാരിസ് എന്ന സ്ഥലത്തു വെച്ച് SIയും സംഘവും കൈകാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ലോറി നിർത്താതെ പോലീസുകാർക്ക് നേരെ ഓടിച്ചു കയറ്റി അപായപ്പെടുത്താൻ ശ്രമിച്ച ശേഷം പ്രതി വാഹനവുമായി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പോലീസ് സംഘം പ്രതിയെ പിന്തുടർന്നതോടെ ലോറിയുടെ പിൻവശത്തെ ബോഡി ഉയർത്തി മണൽ മുഴുവൻ റോഡിലേക്ക് തള്ളിയിട്ടു. SIയും സംഘവും സഞ്ചരിച്ച വാഹനത്തിന് അപകടം വരുത്താനും കൊലപ്പെടുത്താനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനും പ്രതി ബോധപൂർവം ശ്രമിച്ചെന്നാണ് കേസ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. CCN മലപ്പുറം. 10 വയസ്സുകാരിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ വയോധികന് 15 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തമിഴ്നാട് മധുര സ്വദേശി ഗുരുസ്വാമിയെയാണ് പാലക്കാട് ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി M. സിന്ധു തങ്കം ശിക്ഷിച്ചത്. പിഴ അടച്ചില്ലെങ്കിൽ 1.5 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുക കൂടാതെ അതിജീവിതയ്ക്ക് അധിക ധനസഹായത്തിനും വിധിച്ചു. 2024 ജൂലൈ 27-നാണ് അട്ടപ്പള്ളത്ത് പെൺകുട്ടിയെ പ്രതി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയത്. വാളയാർ സബ് ഇൻസ്പെക്ടറായിരുന്ന J. ജെയ്സനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിക്കാൻ CPO രജനിയെയും ചുമതലപ്പെടുത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ C. രമിക ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ SI സതി ഏകോപിപ്പിച്ചു. CCN പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. മലപ്പുറം ബുക്ക് ഡിപ്പോയിലും ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും നടത്തിയ സന്ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെല്ലിയാമ്പതി മേഖലയിലെ പ്രശസ്തനായ കാട്ടാന ചില്ലിക്കൊമ്പൻ ചരിഞ്ഞു. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് താഴെ ആളിയാർ ഡാമിൽ നിന്നും പോകുന്ന കനാലിൽ വീണാണ് ചില്ലിക്കൊമ്പൻ ചരിഞ്ഞത്. മുൻചക്രമില്ലാത്ത സൈക്കിളിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ലക്ഷ്യമാക്കി കണ്ണൂർ സ്വദേശിയായ യുവാവ് നടത്തുന്ന യാത്ര നാട്ടുകാരിൽ വലിയ കൗതുകമുണർത്തുന്നു. കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ 25 വയസ്സുകാരൻ സനീതാണ് ഈ വേറിട്ട യാത്രികൻ. വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം മണ്ണാർക്കാട് മണ്ഡലത്തിലെത്തിയ N. ഷംസുദ്ദീന് സ്വീകരണമൊരുക്കി UDF പ്രവർത്തകർ. മണ്ണാർക്കാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി, എങ്ങനെ ഞാൻ നന്ദി പറയും എന്ന് വികാരാധീനനായി മന്ത്രി ഷംസുദ്ദീൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.